നമസ്കാരം. കേരളത്തിലെങ്ങും ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന ഒരു കത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച. ആ ചർച്ച പല രീതിയിൽ പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ച CPIM പോലുള്ള പ്രസ്ഥാനത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക്. കാര്യം, ഇലക്ഷനൊക്കെ അടുത്തു വന്നിരിക്കുകയാണല്ലോ. ഇപ്പോ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി CPIMനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത്. ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യത്തിന് കത്ത് ചർച്ച വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ കത്തിന്റെ അടിസ്ഥാനമെന്നും ഈ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിട്ടുള്ള സഖാവ് തോമസ് ഐസക് തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി. നമുക്ക് ആ സഖാവ് പറയുന്ന എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഞാനുമായി ബന്ധപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ്, ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും. ഏതായാലും മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരുന്നു. അപ്പം അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുക, ആരോപണം. പക്ഷെ ആരോപണമല്ല, 3 കോടതി വിധികളുണ്ട് ഈ മാന്യനെ സംബന്ധിച്ച്. ഞാൻ എൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അതും കൂടി ഇന്ന് വായിച്ച് എന്താണെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണണം. ഈ വിവാദ കത്തെന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കിടക്കുക. ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട കാര്യമല്ലത്. അത് പിന്നെ എങ്ങനെ ചോരുന്നത്? പബ്ലിക് ഡൊമൈനിലേക്ക് ആരോപണം ഉന്നയിച്ച ആൾ തന്നെ ഇട്ട് അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നത്തെ വിവാദമാക്കി ഇങ്ങനെ എൻ്റെ അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ അത് വലിയൊരു ചിന്ത എൻ്റെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. പിന്നെ വെറുതെ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പേര് ഒന്നാ കാണിച്ചത് ഈ ജപ്തി ചെയ്യാൻ പോകണം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ആര് വന്നാലും സഹായിക്കാനും നോക്കാറുള്ളത്. അതാ പതിവ്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അവർ സെറ്റിൽമെന്റ് തയ്യാറാണ്. അതിന് സമയം കൊടുത്ത് ജപ്തി ഒഴിവാക്കണം. ബാങ്ക് കേട്ടു, ഫെഡറൽ ബാങ്ക് അത് ചെയ്യണ്ടേ? അത് ഇവരെന്നല്ല ആര് വന്നാലും അത് തന്നെ ചെയ്യാം. പിന്നെ ഞാൻ സംശയം ഇത് മാത്രമല്ലെന്ന്, ഇവിടെ ആര് ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ച് വന്നാലും അവരെ സഹായിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടു, അല്ലാതെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതല്ല. വരുന്ന തെറ്റ് അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ ഉള്ളതല്ലേ അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ 3 കോടതി വിധി എതിരായിട്ട് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത്, അത് അദ്ദേഹം തന്നെ പബ്ലിക് ഡൊമൈനിലിട്ടത്. ഇന്നിപ്പോ ഇത് ചോർന്നു, അവിടെ തർക്കം എന്നൊക്കെ പറഞ്ഞ് വാർത്ത ആക്കി പേജുകൾ നീക്കി വെക്കുന്നതിന്റെ പിന്നിലെന്ത് നിങ്ങൾ കണ്ടുപിടി ഇരിക്കാറുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ പറയാനൊക്കെ പിന്നെ അറിയാലോ എന്ത് അതന്നെ. ആ കത്തിനെ കുറിച്ചാണ് പറഞ്ഞേ. ഇപ്പോഴല്ലോ കത്ത്, മാസം മുമ്പ് എഴുതിയതല്ലേ. എഴുതിയിട്ട കത്ത് അപ്പഴേ ഡൊമൈനിലുള്ളതല്ലേ. അതിനുശേഷത്തെ മാസം കഴിഞ്ഞു. അപ്പം അന്ന് ഇറങ്ങിയ കത്ത് അത് തന്നെ അദ്ദേഹം പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നെന്തോ രഹസ്യ കത്തായിട്ട് വാർത്താ സംപ്രദായമായി ഉണ്ടാക്കുന്നതിന് പിന്നിൽ നിന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ കണ്ടുപിടിക്കും. അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. അതാണ്. അത് പിൻവലിച്ച് മാത്രം പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ തീരുമാനിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിലുണ്ടാവില്ല. അത് സംശയമില്ല കാര്യത്തിൽ. എന്താ സംശയത്തില്? ആരാ നിലനിൽക്കണേ? അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിന്റെ റെലവൻസ് ഉന്നയിക്കുന്നതിന് ടേഞ്ചഡ് ആക്ട് പേഴ്സൺ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തുക, എന്നിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് മറ്റുള്ളവരെ ഒക്കെ താറടിക്കുന്നതിന് വിലയിരുത്തും. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ. ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ ഇതുപോലെ CPIMനെ പ്രതിക്കൂട്ടിലാക്കുന്ന എന്തെങ്കിലും കാര്യം ആലോചിച്ചെടുത്ത് അത് CPIMനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ഈ പാർട്ടി അവരെ അങ്ങനെ നിലകൊള്ളുക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പാർട്ടിയെ സംബന്ധിച്ചും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും
കേന്ദ്ര കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ മുതൽ താഴെ തലത്തിലുള്ള ബ്രാഞ്ച് തലം വരെയുള്ള എല്ലാ പ്രവർത്തകരും ഈ പാർട്ടിക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഉള്ള വസ്തുത ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും ഈ പാർട്ടി ഇന്ത്യയിൽ ഉയർന്നു തന്നെ നിൽക്കും.